മഞ്ചേരിയിൽ കട തുറക്കാനെത്തിയ വ്യാപാരികളും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. തുറന്ന കടകൾ സമരക്കാർ ബലം പ്രയോഗിച്ച് അടപ്പിക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നം വഷളാക്കിയത്. ജനങ്ങളെ വലച്ച് പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ പോലീസ് സംരക്ഷണയിൽ വ്യാപാരികൾ കടകൾ തുറക്കുകയാണ്. നേരത്തെ സംരക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് സംരക്ഷണം നൽകിയില്ല എന്ന് വ്യാപാരികൾ മലപ്പുറം എസ്.പിക്ക് പരാതി നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രധാന പാതയടച്ച് സംയുക്ത സമരസമിതിയുടെ പന്തൽ. സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് വരുന്ന വഴിയും സമരക്കാർ അടച്ചതിനെ തുടർന്ന് തലസ്ഥാനത്ത് ജനജീവിതം സ്തംഭിച്ചു. സംയുക്ത തൊഴിലാളി യൂണിയന്റെ 48 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ട്രെയിനുകൾ തടഞ്ഞതോടെ പൊതുഗതാഗത സംവിധാനം താറുമാറായി. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിയതിനു പിന്നാലെ ഏക ആശ്രയമായിരുന്ന ട്രെയിൻ ഗതാഗതവും താറുമാറായി. സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. തിരുവനന്തപുരത്തും തൃപ്പൂണിത്തുറയിലും കോഴിക്കോടും ട്രെയിനുകൾ തടഞ്ഞു. ഇതോടെ സംസ്ഥാനത്താകെ ട്രെയിനുകൾ വൈകും. പണിമുടക്കിനെ തുടർന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശബരിമല തീർത്ഥാടകരും കുടുങ്ങി. ശബരിമലയിലേക്ക് KSRTC സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും സർവീസുകളുടെ എണ്ണം കുറഞ്ഞത് തീർത്ഥാടകരെ വലച്ചിരിക്കുകയാണ്. നേരത്തെ കൊച്ചി തുറമുഖത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാവിലെ ജോലിക്കെത്തിയ ജോലിക്കാരെ സമരാനുകൂലികൾ തടഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.